നമസ്കാരം. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനൊക്കെ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്ന്. നമ്മളുടെ സംസ്ഥാനത്ത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം എത്തിയിട്ടുണ്ട് എന്ന വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് 1600 രൂപയാണ് ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുമൊക്കെ പെൻഷൻ കൈപ്പറ്റുന്ന എല്ലാ ആളുകൾക്കും കൃത്യമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ എല്ലാ മാസവും അവരുടെ അക്കൗണ്ടുകളിലേക്കും ഇനി കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് അവരുടെ വീടുകളിലേക്കും എത്തിച്ചു നൽകുന്നത് 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ ഈ ഒരു 1600 രൂപ പെൻഷൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എത്തിച്ചു നൽകുന്നുണ്ട്. 2025 ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഏകദേശം 1 മണിയോട് കൂടിയാണ് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിയിരിക്കുന്നത്. ഇന്ന് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്താത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായി ഈ ഒരു തുക അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. 1600 രൂപയാണ് ഈ മാസത്തെ പെൻഷൻ തുക വന്നിരിക്കുന്നത്. കുടിശ്ശിക പെൻഷൻ ഒരു ഗഡു അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം വിതരണം ചെയ്യുവാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. ഇനിയും കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള വിതരണവും നാളെ മുതൽ ആരംഭിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കും അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും. നമുക്ക് എല്ലാ മാസവും കൃത്യമായി തന്നെ 1600 രൂപ വിതരണം ചെയ്യാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. 3200 രൂപ, അതായത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്ത് ഏപ്രിൽ മാസത്തിന് മുമ്പ്, അതായത് വിഷുവിനും ഈസ്റ്ററിനുമൊക്കെ മുമ്പായിട്ട് ഈ ഒരു തുക, ഒരു ഗഡു പെൻഷൻ തുക നമ്മളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമൊക്കെ എത്തിച്ചു നൽകുമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഉറപ്പും വന്നിട്ടുണ്ട്. 2025 മസ്റ്ററിംഗ് കൃത്യമായി പൂർത്തിയാക്കിയിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും. നമുക്കറിയാം, മസ്റ്ററിംഗ് പൂർത്തിയാക്കി അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പെൻഷൻ തുക എത്തിച്ചേരുന്നത്. ഇനി ആരെങ്കിലും മസ്റ്ററിംഗ് ചെയ്യുവാനുണ്ടെങ്കിൽ അടുത്ത മാസം, അതായത് മാർച്ച് മാസം 1-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയ്ക്ക് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയാൽ നമുക്ക് മസ്റ്ററിംഗ് ചെയ്യുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇനി ആരെങ്കിലും അക്കൗണ്ട് നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുവാനുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ലിങ്ക് ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയൊക്കെ ആനുകൂല്യം, പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഇന്ന് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക ലഭിച്ച ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്